കൊല്ലം തേവലക്കരയിൽ നിന്നും നടക്കുന്ന സംഭവമാണ് 8ാം ക്ലാസ്സുകാരന്റെ മരണം. ചെരുപ്പെടുക്കുന്നതിനായി ഷീറ്റിന്റെ മുകളിൽ കയറി മിഥുൻ എന്ന വിദ്യാർത്ഥി തെന്നി വൈദ്യുതി ലൈനിലേക്ക് വീണ് ഷോക്കേറ്റ് മരിക്കുകയായിരുന്നു. അപകടത്തിനിടയാക്കിയ പ്രധാന കാരണങ്ങളിലൊന്ന് സ്കൂൾ മൈതാനത്തിന് മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈനാണ്. അതിന്റെ അടുത്തുള്ള സ്ഥലത്താണ് സൈക്കിൾ ഷെഡിന് തകരഷീറ്റുകൾ ഉപയോഗിച്ച് ടെമ്പററി രൂപം നൽകിയതും. സ്കൂളിന്റെ പ്രധാന കെട്ടിടത്തിന്റെ പുറം ഭിത്തിയോട് ചേർന്നാണ് ഈ ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ ആ സ്കൂളിന്റെ മൈതാനത്തിന് മുകളിലൂടെ വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്നത് പല വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നമാണ്. എന്നാൽ ഇതുവരെ അതിന് ഉചിതമായ പരിഹാരമൊന്നും ലഭിച്ചിരുന്നില്ല. അത്തരമൊരു അനാവശ്യമായ അപകടം ഒരു കുഞ്ഞിന്റെ ജീവൻ കവർന്നതോടെ നാട്ടുകാരും രക്ഷിതാക്കളും പ്രതിഷേധത്തിലാണ്. മൈതാനത്തിന് മുകളിലൂടെ ലൈൻ നേരത്തെ മുതലുണ്ടായിരുന്നു. പക്ഷേ അടുത്തിടെയാണ് ഷെഡ് നിർമ്മിച്ചത്. അങ്ങനെ നിർമ്മിച്ചതോടെ ലൈൻ തകരഷീറ്റിന് തൊട്ടു മുകളിലേക്കായി. തുടർന്ന് അപകട സാധ്യതയും വലുതായി. ഈ ഷെഡിലേക്ക് ക്ലാസ് മുറിയിലൂടെ തന്നെ കടക്കാൻ സൗകര്യമുണ്ടായിരുന്നു. കുട്ടികൾക്ക് കയറാനും ഇറങ്ങാനും അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ കുട്ടികൾ കടക്കാതിരിക്കാൻ പലക കൊണ്ട് ജനൽ അടച്ചുവെച്ചിരുന്നു. എന്നാൽ ഇത് മാറ്റിയാണ് മിഥുൻ മുകളിലേക്ക് കടന്നത്. അവിടെ സുഹൃത്തിൻ്റെതായ ചെരുപ്പ് എടുക്കുകയായിരുന്നു അവന്റെ ഉദ്ദേശം. പക്ഷേ അതിനിടെ അപ്രതീക്ഷിതമായി ഒരു അപകടം സംഭവിക്കുകയായിരുന്നു. ഷീറ്റിൽ കയറിയ മിഥുൻ പെട്ടെന്ന് തെന്നിക്കയറി നേരെ വൈദ്യുതി ലൈനിലേക്കാണ് വീണത്. അതുവഴിയാണ് കുട്ടി വൈദ്യുതി ഷോക്കേറ്റ് മരണപ്പെടുന്നത്. മിഥുൻ പഠിച്ച ക്ലാസ് മുറിയുടെ ബോർഡിന് മുകളിലായി ഒരു ജനൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ ജനൽ തുറന്നിരിക്കുന്നത് തടയാൻ പലകയിട്ട് മറച്ചു വെച്ചിരുന്നു. അപകടം സംഭവിച്ച ദിവസം മിഥുൻ ആ ജനൽ ഭാഗത്തെ പലക ഇളക്കി മാറ്റിയാണ് ക്ലാസ് മുറിയിൽ നിന്നും പുറത്തേക്ക്, അതായത് ഷീറ്റിന്റെ മുകളിലേക്ക് കയറിയത്. അന്ന് രാവിലെ ഏകദേശം 8:30-ഓടെയാണ് സംഭവം നടന്നത്. ആ സമയത്ത് സ്കൂളിലെ ചില അധ്യാപകർ സ്കൂളിലുണ്ടായിരുന്നു. കുട്ടി ഷീറ്റിന്റെ മുകളിലേക്ക് കയറുന്നതിനിടയിലാണ് തെന്നി വൈദ്യുതി ലൈനിലേക്ക് വീണത്. അതിനുശേഷം കുട്ടിക്ക് പ്രഥമ ശുശ്രൂഷ നൽകി അധ്യാപകരും സമീപത്തുണ്ടായിരുന്നവരും ചേർന്ന് ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ മിഥുനിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സ്കൂൾ അധികൃതർ മിഥുനിനെ കണ്ടത് വൈദ്യുതി ലൈനിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിലാണ്. അതിൽ നിന്ന് കുട്ടിയെ മാറ്റാനും ഏറെ പ്രയാസമായിരുന്നു. കാരണം അപ്പോഴും ലൈനിൽ കറന്റ് ഉണ്ടായിരുന്നു. വൈദ്യുതി കട്ട് ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട വിഭാഗങ്ങളെ അറിയിച്ചെങ്കിലും അവിടെ കാലതാമസം വന്നു. ഇതും മരണത്തിന്റെ സാധ്യത വർദ്ധിപ്പിച്ചു. റോഡിനോട് ചേർന്ന സ്കൂളിന്റെ പിൻഭാഗത്താണ് അപകടമുണ്ടായത്. വർഷങ്ങൾക്ക് മുൻപേ മൈതാനത്തിന് മുകളിലൂടെ വൈദ്യുതി ലൈനുണ്ട്. മൈതാനത്തോട് ചേർന്നാണ് ഷെഡ്. ഇത് നിർമ്മിച്ചത് അടുത്ത കാലത്താണ്. ഷെഡാണ് അപകടമുണ്ടാക്കിയത്. കെട്ടിടത്തിന്റെ പിൻഭാഗത്തായതിനാൽ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. തറയിൽ നിന്നും വൈദ്യുതി ലൈനിലേക്ക് 20 അടിയെങ്കിലും ഉയരമുണ്ട്. ഷെഡ് പണിതപ്പോൾ ലൈനും തകരഷീറ്റും അടുത്തായി. ഷെഡ് പണിതാണ് അപകടത്തിലേക്ക് നയിച്ചത്. 40 വർഷമായി അവിടെ വൈദ്യുതി ലൈനുണ്ട്. 8 വർഷം മുൻപാണ് ഷെഡ് നിർമ്മിക്കുന്നത്. അതിന് KSEBിയുടെ അനുമതി വാങ്ങിയിട്ടില്ല. ഷെഡിലേക്ക് ആരും ഇറങ്ങാതിരിക്കാൻ ജനൽ പലക വെച്ച് സ്കൂൾ അധികൃതർ അടച്ചിരുന്നു. 2 ദിവസം മുൻപ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അപകടം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഷോക്കേൽക്കാത്ത കേബിൾ ആക്കാമെന്ന് സ്കൂൾ അധികൃതരും പറഞ്ഞിരുന്നു. എന്നാൽ അവരത് കേട്ടില്ല. ഇപ്പോൾ ഒരു അപകടം നടന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ് എല്ലാവരും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.